ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചിപ്പൂസ് വ്ളോഗ്. ഇറ്റ്സ് മീ ചിപ്പു ഹിയർ. എന്തെല്ലാവർക്കും വിശേഷം? സുഖല്ലേ? എന്തെല്ലാവർക്കും വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ചെറിയൊരു വീഡിയോ ആയിരിക്കും. എൻ്റെ നൈറ്റ് റൂട്ടീനാണ് ഇതിലുണ്ടാവുക. അപ്പോൾ അതാണെന്ന് വീഡിയോ. ഓക്കെ, വെൽക്കം ടു ദ വീഡിയോ. വന്നിട്ട് ആറരയായി. കറക്റ്റ് 6:30 ഇപ്പോൾ ടൈം. ഈ ടൈമിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. കളരി ഉണ്ടാവും. കളരി കഴിഞ്ഞാൽ ഇരിക്കുന്ന ടൈമാണ്. ഇന്ന് കളരി ഉണ്ടായില്ല. ഞാൻ ഒട്ടും വൈകിയിരുന്നു. കളരി ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ടൈമിൽ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഡിന്നറിനുള്ള റെഡിയാക്കാൻ പോവാണ്. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ നേരത്തെ ഫുഡ് 7:30-8 മണി ആകുമ്പോഴത്തേനും ഡിന്നർ കഴിക്കും. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്കുള്ള ഫുഡ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഉണ്ടാക്കാറ്. കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് കൺട്രോളിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ആ ഫുഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ടൈമിൽ രാത്രിയാണ് ഞാൻ കുളിക്കാറ്. കളരി വന്നതിന് ശേഷം രാത്രി കുളിക്കാറ്. രാവിലെ കുളിക്കാറില്ല. മേലെ എഴുകുള്ളൂ പുറത്ത് പോകണമെങ്കിൽ തന്നെ. കാരണം എന്തായാലും ഞാൻ വൈകുന്നേരം ഭയങ്കരമായിട്ട് വേർക്കും. അപ്പോൾ ഞാൻ വീണ്ടും കുളിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, രാത്രിയാണ് ഞാൻ കുളിക്കാറ്. വീട് പണി നടക്കുന്നുണ്ട്. അത് വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ കുളിച്ചിട്ടുണ്ട്. കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ ചോദിച്ചു ഡിന്നർ റെഡിയാക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ടൈം 6:30 ആയിട്ടുള്ളൂ. ഇനി 7:30 ഫുഡ് കഴിക്കുള്ളൂ. ഇപ്പോൾ തന്നെ ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. എനിക്ക് ഓട്സ് ഞാൻ ചൂടോട് കഴിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം തണുപ്പിച്ച് കഴിക്കുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓവർനൈറ്റ് ഓട്സ് നമുക്ക് അങ്ങനെ കഴിക്കാം. പക്ഷേ ഇപ്പോൾ രാവിലെ ഞാൻ വേറെ എന്തെങ്കിലും കഴിക്കുക ചെയ്യാറ്. അപ്പോൾ രാത്രി കഴിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് ആ തണുത്ത രീതിയിലാണ് ഞാൻ കഴിക്കും. എനിക്ക് ഈ ഷേക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് തണുപ്പിച്ചിട്ട് ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് ആ ഒരു ഫീൽ എനിക്ക് കിട്ടും. ഷേക്ക് പോലെ കുടിക്കാന്നുള്ള രീതിയിൽ ഞാൻ കഴിക്കും. ഉണ്ടാക്കാൻ പോകുന്ന ഓട്സാണ്. 4 ടീസ്പൂൺ മൾട്ടിഗ്രെയിൻ ഓട്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ അത് വെച്ചിട്ട് ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കി. ഞാൻ പരാജയമായിരുന്നു കേട്ടോ. സാധാരണ ഓട്സ് എടുത്തിട്ട് ചെയ്യുന്നത് നല്ലത്. ഇതിൽ ചില കുറേ പൊടികളുണ്ട് കണ്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്മൂത്തിയിൽ. ആൻഡ് മിൽക്ക് ഞാൻ വന്നിട്ട് സ്കിംഡ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ത് ചെയ്യാം, ആ മിൽക്ക് യൂസ് ചെയ്യാം. നമുക്ക് എന്താ ചെയ്യാം, സ്കിംഡ് മിൽക്കിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് ചെയ്താൽ മതി. ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രയും. ഇത് ബോയിലൊന്നും ചെയ്യണം കേട്ടോ. സ്കിംഡ് മിൽക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ ഇങ്ങനെ ഇടാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, വെള്ളം ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സ്ലൈസാക്കി വെക്കാം. ഇതൊക്കെ ഞാൻ മധുരത്തിനായിട്ടാണ് ഹണിയാണ് ആഡ് ചെയ്യണത്. ഏകദേശം ചെയ്യാനായി. അയ്യോ, അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യും, ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് ഞാനൊരു 7:30 ആകുമ്പോഴാണ് ഞാൻ കഴിക്കുള്ളൂ. ഇപ്പോൾ ടൈം 7 മണി ആവുന്നുള്ളൂ. ഈ ഒരു അരമണിക്കൂർ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പിന്നെ ഞാനത് കഴിക്കാം. അങ്ങനെ അതൊക്കെ വെച്ച് ഇനി ഞാൻ എന്താ ചെയ്യുക, ഇനി ഞാനിങ്ങനെ ചിലപ്പോൾ ഫോണിലിരിക്കും, അല്ലെങ്കിൽ ലാപ്പിലിരിക്കും വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അതൊക്കെയാണ് ഞാൻ ഈ ടൈം ചെയ്യുക. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയി. മഹേബൻ അരവിന അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ടൈം വന്നിട്ട് 7:06 അപ്പോൾ ഞാൻ ഈ ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. ലാപ്പിൽ ഒന്നെങ്കിലും വർക്ക് ചെയ്യേ, അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യും, എന്തെങ്കിലും സെർച്ച് ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ഞാൻ ഈ ടൈമിൽ ചെയ്യുക. രാത്രിയൊക്കെ കിടക്കുമ്പോഴാണ് പിന്നെ ഫോണൊക്കെ യൂസ് ചെയ്ത് റീൽസും യൂട്യൂബൊക്കെ ഇരുന്ന് കാണുക. ഈ ടൈമിലൊക്കെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുന്നത്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. മിക്കവാറും കറണ്ട് പോയാൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻവെർട്ടർ വർക്കിംഗ് അല്ല. ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് ഇൻവെർട്ടർ ഉദ്ദേശിക്കണം. അപ്പോൾ ഇൻവെർട്ടർ ഇല്ല, അതുകൊണ്ട് കറണ്ട് പോയ ലൈറ്റൊക്കെ പോകും. അപ്പോൾ അതുവരെ ഉണ്ടാവുള്ള വീഡിയോ. അല്ലെങ്കിൽ മഴ പെയ്യാൻ കാത്തുകയല്ലോ. നല്ല കാറ്റൊക്കെ പോകും. അപ്പോൾ ഞാൻ PSCക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴൊക്കെ PSC ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ 1 ടൈം പാസ്വേഡ് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ അത് മാറ്റണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഇതുണ്ട്, OTP നമ്മൾ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യും. അത് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ OTP അടിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഹോം പേജിലേക്ക് വരുള്ളൂ. അത് പുതിയ അപ്ഡേറ്റ് വന്നിട്ട് കേരള PSCയിൽ. എനിക്കത് അറിയുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ലോഗിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു 1 ടൈം പാസ്വേഡ് മാറ്റിയിട്ട് പിന്നെ ഇങ്ങനെ OTP സെൻഡ് ചെയ്യും അവർ. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ഇതാക്കിയിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്യാം. OTP അയച്ചിട്ടുണ്ട്, ഞാനത് അടിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഹോം പേജ് ഓണാവും. പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഓക്കെ, ഈ വർക്ക് തന്നെയാണ് ഞാൻ ക്ലാസ്സിന് പോയി ചെയ്യുന്നത്, പഠിക്കുന്നത്. റെൻഡറിങ്, 3D മോഡലിംഗ് ഒക്കെയാണ്, ഇൻറ്റീരിയർ ഒക്കെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോകാറില്ല. ഞാൻ ഓൺലൈൻ ക്ലാസ്സാണ് ചെയ്യുന്നത്. കാരണം റോഡ് പണി ആയതുകൊണ്ട് തൃശ്ശൂർ എത്താൻ 30 മിനിറ്റ്സ് ലേറ്റ് ആവും. ഞാൻ അപ്പോൾ ഇവിടെ നല്ല നേരത്തെ ഇറങ്ങേണ്ടി വരും. അപ്പോൾ അത് ഞാൻ എന്താ ചെയ്യുക, ഓൺലൈൻ ക്ലാസ്സിന് അപ്പോൾ ചെയ്യുന്നത് പണി ചെയ്യുന്നത് വരെ. എനിക്ക് 2 ദിവസം കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിൽ പോകണമെന്നാണ്.
ഫുഡ് ഇതങ്ങനെ ആയിട്ടുണ്ട്. ഫുൾ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. സീഡ്സ് ഇത് മാത്രം കാണുമ്പോൾ ഞാൻ മെനൊന്നുണ്ടാവില്ല, പക്ഷെ അത് ടേസ്റ്റ് ഉണ്ടാവും. എനിക്കിഷ്ടമാണ് സോക്ക് ചെയ്തുകൊണ്ട്. പിന്നെ ഒരു ഓവർനൈറ്റ് ഫീൽ ആയിരിക്കും ഇത് കഴിക്കുമ്പോൾ. കാരണം കുറേ മുന്നിട്ട് വെച്ചല്ലേ, അപ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കും. മൊത്തം കഴിച്ചു. ഇനി എന്താ കുറച്ച് നേരം കൂടി ഫോണിലിരിക്കും, ലാപ്പിലിരിക്കും. അങ്ങനെ പിന്നെ ഉമ്മാനായിട്ട് വർത്താനം പറയും. കാണിക്കട്ടെ. അങ്ങനെ ഉമ്മ ഞാനും കൂട്ടപ്പോൾ ഫുഡ് കഴിച്ചു. ഉപ്പ അവിടെ ഇല്ല, ഉപ്പ അവിടെ പോയി തിരുവനന്തപുരത്ത് പോയിക്കാണ്. അപ്പോൾ ഞാനും ഉമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് കഴിക്കാം. അങ്ങനെ മുടിയൊക്കെ കെട്ടി. മുടിയിൽ ഞാൻ രാത്രി അങ്ങനെ വേറെ സെറം അങ്ങനത്തെ ഒന്നും തേക്കില്ല, ഏതായാലും തേച്ചിട്ടില്ല. ഞാൻ ആകെ തേക്കി ഈ സാധനം പ്ലമ്മിൻ്റെ. ഇത് ഡാൻഡ്രഫിന് വേണ്ടിയിട്ടാണ്, അതുപോലെ ഡ്രൈ സ്കാൽപ്പിന് വേണ്ടിയിട്ടാണ്. ഞാനിത് ചെറിയ സ്പോട്ടിലൊക്കെ തേക്കും, എന്നിട്ട് കിടന്നുറങ്ങും. അത് അപ്പോൾ തന്നെ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഓവർനൈറ്റ് കീപ്പ് ചെയ്യാം തലയിൽ. എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് കുളിക്കുള്ളൂ. ഞാൻ രണ്ടും കെട്ടി. പിന്നെ ഞാൻ ഭയങ്കര ടൈറ്റായിട്ട് കെട്ടില്ല, ലൂസായിട്ടൊക്കെ കെട്ടുള്ളൂ. പിന്നെ എന്താ പറയുക, ഭയങ്കര കട്ടിയുള്ള ബണ്ണ് യൂസ് ചെയ്യാറില്ല. ഭയങ്കര സോഫ്റ്റായ ബണ്ണ് യൂസ് ചെയ്തിട്ടാണ് മുടി കെട്ടുക. അപ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇതൊക്കെ തന്നെ ഞാൻ ഹെയറിനെ ഞാൻ നോക്കാറുള്ളൂ. ഹാപ്സ് കോളേജിലെ സാൻഡ് പൗഡർ ഉള്ളത് ഞാൻ ഭയങ്കര അക്കൗണ്ടില്ല. ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഞാൻ രക്തചന്ദനം യൂസ് ചെയ്യാറുണ്ട്. കുറേ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാനങ്ങനെ ഇപ്പോൾ ഫേസ് പാക്കും ഉണ്ടാകില്ല. ഇതിപ്പോൾ കുറേ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ എന്തായാലും യൂസ് ചെയ്യാൻ വെച്ച് ഇത് പിന്നെ മന്ത്ലി വരുന്ന ജസ്റ്റ് വെള്ളം ഒഴിച്ച് യൂസ് ചെയ്തിട്ട് ഞാൻ തേച്ചിട്ടുണ്ട്. ഇനി ഒരു ഉണങ്ങുന്ന വരെ അത് കീപ്പ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് വാഷ് അപ്പ് ചെയ്യാം. ഇപ്പോഴത്തെ സൈഡിൽ കൂടുതൽ സ്ഥലത്ത് മാത്രം ഞാൻ ഓയിൻമെൻറ്റ് തേക്കുക. ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ ഇതിൻ്റെ ഡർമയുടെ സ്നിപ്പ് അപ്റ്റൈഡ് തേക്കുന്നത്. ഇതൊക്കെ ഒയ്യോ കുറേ ഞാൻ തേക്കുന്നുണ്ട്. ഒരു മാസത്തോളം തേക്കുന്നത് നല്ല പ്രൊഡക്റ്റാണ്. നമുക്ക് രാത്രി കിടക്കുമ്പോൾ അത് തേക്കാറ് ഭയങ്കര മോയ്സ്ചറൈസിങ് ആണ്. ഇപ്പോഴത്തെ സൈഡ് നോക്കണം. എല്ലാ പ്രാവശ്യവും എല്ലാ മന്തും ഇവിടെ വരിക എന്താണെന്ന് അറിയില്ല. ലിപ്പാക്കിട്ടേക്കട്ടെ നോട്ടിക്കട്ടെ. അങ്ങനെ രാത്രിക്കത്തെ സ്കിൻ കെയറും കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ പാക്കും മുഖത്ത് മരുന്നൊക്കെ തേച്ച് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഞാൻ കിടന്ന് ഞാൻ എന്തെങ്കിലും ഡൂ ലിസ്റ്റ് ആണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ മേടിക്കാനുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ എഴുതി വെക്കും. എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ നാളെ പെൻഡിങ് ഉണ്ടെങ്കിൽ വർക്ക്സും കാര്യങ്ങളും ചെയ്യാനുള്ളതൊക്കെ ഞാനിങ്ങനെ എഴുതി വെക്കാറാണ് പതിവ്. ആൻഡ് ഇത് നല്ല ബുക്കാട്ടോ ഗൈസ്, ഇത് നമുക്ക് എല്ലാം ഉണ്ട്. എനിക്കൊക്കെ പറ്റിയ ബുക്കാണ്. ഞാനൊക്കെ എന്താണ് ഞാൻ എപ്പോഴും എഴുതി വെക്കുന്ന ആളാണ്. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിലും മേടിക്കാനുണ്ടെങ്കിലും ഒക്കെ ഞാൻ ഇതിൽ എഴുതി വെക്കാറാണ് പതിവ്. എന്നിട്ട് നമുക്കിങ്ങനെ ടിക്കറ്റാൽ മതി. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും നിങ്ങൾക്ക് ഡെയിലി പ്ലാനർ കിട്ടും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും എഴുതാക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ എഴുതി വെക്കും. പിന്നെന്താ, പിന്നെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി എഡിറ്റ് ചെയ്യും ഉറങ്ങണ വരെ. ഇപ്പോൾ 11:12 12 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ കിടക്കും, ഉറങ്ങും. ഇനി കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ കിടക്കും. അപ്പോൾ ഇത്ര ഉള്ളൂ എൻ്റെ നൈറ്റ് റൂട്ടീൻ. അറിയില്ല അത് വലിയ വീഡിയോ ആകുമെന്നുള്ളതൊന്നും. ചിലപ്പോൾ ഇന്ന് തന്നെ ഞാനിതിരുന്ന് എഡിറ്റ് ചെയ്ത് നാളെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇനി അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടെ പ്ലീസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർക്കും